ഹായ് പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ നടത്തേണ്ടവർ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ഒരു സ്കൂളും ലഭിക്കാത്തവരും, അതുപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നുകൊണ്ട് അപ്ലിക്കേഷൻ ക്യാൻസൽ ആയവരുമാണ്. നമുക്ക് വളരെ സിമ്പിളായി മൊബൈലിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാദ്യം ചെയ്യേണ്ടത് HSC CAP എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രവേശിക്കുക. തൊട്ട് സൈഡിലായി കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ യൂസർ നെയിം, പാസ്വേഡ്, നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകൾ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ യൂസർ നെയിം, പേര്, അതുപോലെ തന്നെ ഫെയിലിയർ ലോഗിൻ അറ്റംപ്റ്റ്, ലാസ്റ്റ് ലോഗിൻ കാര്യങ്ങളിലും കാണും. രജിസ്റ്റർ നമ്പർ കാണും, സ്കീം കാണും. ഏറ്റവും താഴെ റിന്യൂ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കുന്നുണ്ട്, യു ആർ ട്രൈങ് ടു എഡിറ്റ് യുവർ അപ്ലിക്കേഷൻ ആഫ്റ്റർ മേക്കിംഗ് അപ്ഡേറ്റ് കറക്ഷൻ യുവർ അപ്ലിക്കേഷൻ യു ഹാവ് ടു ഡു ഫൈനൽ കൺഫർമേഷൻ അഗെയിൻ. വീണ്ടും നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കുക. എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ സ്കൂള് കാര്യങ്ങൾ ഏതെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇപ്പോൾ IT ക്ലബ്ബ്, അതുപോലെ തന്നെ ഫിലാറ്ററി ക്ലബ്ബ്, ഡിബേറ്റിംഗ് ക്ലബ്ബ്, റെഡ് ക്രോസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഇത് ഏത് ഇതാണോ നമുക്ക് കിട്ടിയത് അതെന്ത് ചെയ്യാം, ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. IED സ്റ്റുഡൻസ് ആണ്, അത് ആഡ് ചെയ്യാം. വെയിറ്റേജ്, പ്രിഫറൻസ്, ലിങ്ക് മൈനോറിറ്റി ലാംഗ്വേജ്, ഡിഫൻഡബിലിറ്റി ടൈപ്പ് ആണെങ്കിൽ അത് കൊടുക്കാം. എല്ലാം കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി നമ്മുടെ SLC പഠിച്ച കുട്ടികളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഗ്രേഡ് കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, അതും സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ കൊടുക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന സ്കൂളിന്റെ കോഡ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കണം. കോഴ്സുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. എന്നിട്ട് സേവ് കൊടുക്കണം. ഇതിന് ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേക്കൻസി ലിസ്റ്റ്, സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അത് നമ്മൾ എടുത്ത് വെക്കേണ്ടതുണ്ട്. അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്നതിൽ കൃത്യമായിട്ട് വേക്കൻസികൾ നോക്കിയിട്ട് കാറ്റഗറികൾ മനസ്സിലാക്കിക്കൊണ്ട് OBC ആണോ, OEC ആണോ, ജനറൽ ആണോ, SC ആണോ, മുസ്ലിം ആണോ, എല്ലാം കൃത്യമായി നോക്കിയിട്ട് വേണം നമ്മൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ സ്കൂളിന്റെ കോഡ് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ സ്കൂളിന്റെ പേരും ഏതെല്ലാം കോഴ്സുകളാണ് അവിടെ ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ സ്കൂൾ വേക്കൻസി ലിസ്റ്റിൽ എത്ര സീറ്റാണ് ഇനി അവൈലബിൾ എന്ന് കാണിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ കൃത്യമായിട്ട് ഏത് കോഴ്സാണ്, ഏത് നെയിമാണ്, അതിൻ്റെ സ്കൂൾ കോഡ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഓരോ ഓപ്ഷനുകളും നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ആഡ് ഓപ്ഷൻ അറ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അത് ലാസ്റ്റ് തന്നെ കൊടുത്താൽ മതി. ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ നമ്പർ ഇവിടെ ഓപ്ഷൻസിൻ്റെ അടുത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇതിനിടയിൽ നമ്മൾ കൃത്യമായി എഴുതി വെക്കണം ഏതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒന്ന് നിർബന്ധമായിട്ടും അതിൻ്റെ കൃത്യമായ ഓർഡർ അനുസരിച്ച് നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട സയൻസ് ആണെങ്കിൽ സയൻസ് കിട്ടുന്ന എല്ലാ സ്കൂളുകളും നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൊമേഴ്സ് ആണ് വേണ്ടത്, കൊമേഴ്സ്. അതിനുശേഷം ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് ഫസ്റ്റ് വേണ്ടതെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് എല്ലാ സ്കൂളുകളുടെയും കോമ്പിനേഷൻ കറക്റ്റ് തന്നെ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് 19 ഓപ്ഷനാണ് കൊടുത്തിരിക്കുക. എത്ര ഓപ്ഷൻ നമുക്ക് കൊടുക്കാം, അതെല്ലാം വായിച്ചു നോക്കുക. എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നത് കൊടുക്കുകയാണ് വേണ്ടത്. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പൊ ഞാൻ IT ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിൽ ടിക്ക് ഇട്ടത് കൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ തന്നെ അത് ഇഷ്യൂ ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി, അത് സ്കൂളാണോ ഏതാണ്
വിഭാഗം ആ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാം. ഓക്കെ കൊടുക്കുക. ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ഓൾ കൊടുക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഫിലിയേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് PDF ഫയൽ സൂക്ഷിച്ചു വെക്കുക. അത് ഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാണ് നമ്മുടെ PDF ഫയൽ. ഇത് നമ്മൾ പ്രിന്റ് എടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്കൂളിൽ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വിദ്യാഭ്യാസപരമായ അറിവുകളുമായി കാണുവരേക്കും താങ്ക് യു.